ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. അതിനുശേഷം മാർക്കറ്റിൽ വീണ്ടും വൊളാറ്റിലിറ്റിയൊക്കെ കണ്ടേക്കാം. അഡാനി ഗ്രൂപ്പിനെതിരായിട്ടുള്ള അലിഗേഷൻസും കേസസും ഒക്കെ ആ ഗ്രൂപ്പ് സ്റ്റോക്കുകൾ വീണ്ടും വൊളാറ്റിലിറ്റി ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് തന്നെ വളരെ വൊളാറ്റിലിറ്റി ഇഷ്ടപ്പെടാത്ത, റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സൊക്കെ ഈ ഗ്രൂപ്പ് ഷെയറുകളിൽ നിന്ന് മാറിയിരിക്കുന്നതെന്നായിരിക്കും. മറിച്ച് മാർക്കറ്റ് താഴെ വരുമ്പോൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന, റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സ് മാത്രം ഈ ഗ്രൂപ്പ് കമ്പനി സ്റ്റോക്കുകളിൽ എൻട്രി ചെയ്താൽ മതി. അതും വെരി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻവിഡിയയുടെ ടാർഗറ്റ് പ്രൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉയർത്തിയിട്ടുണ്ട്. $170 പെർ ഷെയർ വരെയാണ് ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ $143 പെർ ഷെയർ, $147 പെർ ഷെയർ ലെവലിലൊക്കെയാണ് എൻവിഡിയ ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റിലെ മറ്റ് സിറ്റുവേഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ്. നമ്മൾ യൂറോപ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ചൈനീസ് മാർക്കറ്റുകൾ വീക്കായിരുന്നു. അതുപോലെ തന്നെ ജാപ്പനീസ് മാർക്കറ്റുകളൊക്കെ ഇന്നലെ വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ നല്ല വൊളാറ്റിലിറ്റി കണ്ട ദിവസമാണ്. അതോടൊപ്പം തന്നെ ഇന്നും അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം നമ്മൾ ഗോൾഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും മുന്നേറാണ്. സേഫ് ഹെവൻ അസറ്റായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ ഗോൾഡ് വലിയ രീതിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം വഷളാവുന്നതാണ് ഇതിന് കാരണം. ഒപ്പം ബ്രെൻഡ് ക്രൂഡ് ഓയിൽ മുന്നേറാണ്. $74.6 പെർ ബാരലിനാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $2,680 പെർ ഔൺസിനാണ്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ്മാൻ സാക്സ് നിഫ്റ്റിയുടെ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട്. അടുത്ത 12 മാസത്തേക്ക് നിഫ്റ്റി ടാർഗറ്റ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 27,000 ലെവലാണ്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ സാക്സ് 16 സ്റ്റോക്കുകൾക്ക് ഓവർ സോൾഡ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ബൈ റെക്കമെൻഡേഷനാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീറാം ഫിനാൻസ്, ഇൻഡിഗോ, ഹാവൽസ്, CG കൺസ്യൂമർ, അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, അരബിന്ദോ ഫാർമ, ഇമാമി, L&T ഫിനാൻസ്, സ്റ്റാർ ഹെൽത്ത്, ട്രെൻഡ്, സി ഇൻഫോസിസ്, മാപ്മൈ ഇന്ത്യ. സി ഇൻഫോസിസ് എന്ന് പറയുന്നത് തന്നെയാണ് മാപ്മൈ ഇന്ത്യ. ഈ സ്റ്റോക്കുകളൊക്കെയാണ്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കുകളിലൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഒരു ഭയം കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മൾ മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അസംബ്ലി ഇലക്ഷൻ റിസൾട്ടുകൾ വരികയാണ് നാളെ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമുക്ക് തിങ്കളാഴ്ച മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ IPOകൾ, NTPC ഗ്രീൻ IPO ഓൾമോസ്റ്റ് സബ്സ്ക്രൈബഡ് ആണ്. റീറ്റെയിൽ പോർഷൻ നല്ല രീതിയിലുള്ള സബ്സ്ക്രിപ്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വെരി ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു IPO ആണ്. PSU കമ്പനിയും കൂടിയാണ്. 108 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഇന്നാണ് ക്ലോസിങ്. അപ്പോൾ മെയിൻ ബോർഡ് IPOയിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു IPO ആണ് NTPC ഗ്രീൻ. അതോടൊപ്പം തന്നെ ഇന്ന് വാട്ടർ വേസ്റ്റ് മാനേജ്മെൻറ്റ് രംഗത്തുള്ളൊരു കമ്പനിയും കൂടി IPO ഓപ്പൺ ആവണം. എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. 148 രൂപയാണ് ഇഷ്യൂ പ്രൈസ് വരുന്നത്. 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. ലോങ് റണ്ണിൽ റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. നമ്മൾ കമ്പയറബിൾ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ പിയർ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ NSE SME സെഗ്മെൻറ്റിൽ ഇന്ന് നല്ലൊരു ഇഷ്യൂ ഓപ്പൺ ചെയ്യുന്നുണ്ട്. C2C അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. ഇത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് ഒരു കമ്പനിയാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ഇതിൻ്റെ ഇക്വിറ്റി ക്യാപിറ്റൽ ആഫ്റ്റർ IPO 16.64 കോടിയാണ്. മറ്റ് കമ്പാരിറ്റീവ് അനാലിസിസ് ഒക്കെ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. 43,83,600 ഷെയർ മാത്രമാണ് IPO ആയിട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു ഓവർ സബ്സ്ക്രിപ്ഷനും ഈ NSE SME IPOയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ NSE SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ IPOയിലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. C2C അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ഇന്ന് ഓപ്പൺ ചെയ്യുകയാണ്. 26 നവംബറിനാണ് ക്ലോസ് ചെയ്യുന്നത്.
അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അഡാനി എപ്പിസോഡ് വീണ്ടും മാർക്കറ്റ് വളാട്ടിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ കാരണം അഡാനിയുടെ പല സ്റ്റോക്കുകളും ഇൻഡെക്സുകളിലൊക്കെയുള്ള സ്റ്റോക്കുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഗ്ലോബൽ സിറ്റുവേഷനും വളാട്ടിലിറ്റി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റേഴ്സൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.